അതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ മകൻ ഈ പ്രാവശ്യം പരീക്ഷ എഴുതിയിരിക്കണം. റിസൾട്ട് വന്നപ്പോൾ 75% മാർക്കിൽ എൻ്റെ മകൻ SSLC പാസ്സായി. അങ്ങനെ അടുത്ത നിയോഗവും എനിക്ക് പൂർത്തിയായി. അങ്ങനെ വർഷം 2 കഴിഞ്ഞു. 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പം അമ്മ സുഖമില്ലാതെ വന്നു, എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു. സംഭവിച്ചു പോയതിന് ക്ഷമ ചോദിച്ചു. എൻ്റെ നിയോഗമാണ്. ഞാൻ പോയി മാന്യമായ രീതിയിൽ കൊണ്ടുവന്നു. 10 ദിവസം എൻ്റെ സംരക്ഷണയിൽ ഇവിടെ താമസിച്ചു. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, മരുന്ന് കൊടുത്തു, സ്നേഹത്തോടെ നിന്നു. ഭർത്താവ് വന്നു, കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കൊറോണ സമയമായി. സരിതയ്ക്ക് ഹോസ്റ്റൽ വിൽക്കണം. ഞാനുണ്ട്, കാരണം എത്രയും പെട്ടെന്ന് വിറ്റേ മതിയാകൂ. വിറ്റില്ലെങ്കിൽ അവൾ വളരെ വലിയ കടബാധ്യതയിലേക്ക് പോകും. പിള്ളേരില്ല. ഞാൻ ഈ സരിതയോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ പോര് കൃപാസനത്തിൽ. നീ ഹിന്ദുവാണെങ്കിൽ അതൊന്നും നോക്കണം, നീ എൻ്റെ കൂടെ വാ. ഞാൻ എന്തിനാണ് നീ വാ, ഞാൻ പറഞ്ഞു തരാം എന്താന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു. അവിടെ കൗണ്ടറിൽ കൊണ്ടുപോയി ഞാൻ നീ ഉടമ്പടി എടുക്കുക. എന്താണെന്നൊന്നും അവനെ അറിയത്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ആദ്യം നീ ഹോസ്റ്റലിൽ വിൽക്കാൻ എഴുത്. അവൾ ആ ഹോസ്റ്റലിൽ വിൽക്കാൻ എഴുതി. 1 മാസത്തിനകം അത് മതിപ്പ് വില 55 ലക്ഷം രൂപയാണ്. 65 ലക്ഷം രൂപയ്ക്ക് ആ ഹോസ്റ്റലിൽ വിറ്റു. അവൾക്കും വിശ്വാസമായി. അങ്ങനെ ഞാനിങ്ങനെ ആ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ഇവർ ഹോസ്റ്റലിൽ വിറ്റ് എനിക്കൊരു വീട് വേണമല്ലോ, വാടകയ്ക്കൊരു വീടെടുക്കണം, കാരണം ഇത് വിൽക്കുവാണ്. വാടകയ്ക്ക് വീടെടുക്കാൻ നോക്കിയപ്പം വീട്ടിലൊരു സ്റ്റൂള് പോലും ഇടാനില്ല. റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന ഇടയ്ക്ക് എനിക്കെന്തിനാണ് ഫർണിച്ചർ? അതിൻ്റെ ആവശ്യമില്ലല്ലോ, ചിന്തിക്കുന്നില്ല. അമ്മ മാതാവിനോട് പറഞ്ഞ അഹങ്കാരമാണ്, എനിക്ക് ഫർണിച്ചർ വേണമെന്ന് ആഗ്രഹിച്ചാൽ അഹങ്കാരമാണ്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ഷാള് വിരിച്ച് കിടന്നാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്, 2ാം ഘട്ടം. ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്ത് വന്നാലും വീടിൻ്റെ ഡെപ്പോസിറ്റ് കൊടുക്കാൻ പൈസ എല്ലാവരും തന്നു. 15 രൂപ ഡെപ്പോസിറ്റ്, 5000 രൂപ മാസവാടക. അപ്പോൾ ഇവൻ്റെ പഠനം പൂർത്തിയായി, വിദേശത്ത് പോയി. ആ കൊച്ചെനിക്ക് വീണ്. ഞാൻ പറഞ്ഞു, മകന് ജോലി കിട്ടി, ഇനി ഈ പൈസ വേണ്ട, ചേച്ചിക്കിത് അവകാശപ്പെട്ടതാണ്, ചേച്ചിക്കൊരു വരുമാനമാണ്, ഇത്രയും ബാധ്യതയുണ്ടല്ലോ. അപ്പോൾ വാടക കൊടുക്കാൻ പൈസയായി. ഞാൻ അങ്ങനെ ഇവർ വീടെടുത്ത് തന്നു. താമസിച്ചിട്ടില്ല. ഒരു ദിവസം രാത്രി 11:30 ആയപ്പം